Hi students, this is Janita and welcome to Procure PTE. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് മാം എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് PTE പാസ്സാകാം അല്ലെങ്കിൽ എത്ര ദിവസത്തെ ക്ലാസ് ഞാൻ എടുക്കണം ഞാൻ പാസ്സാകാൻ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. സോ ഓരോ ആളുകൾക്കും എത്ര ദിവസത്തിന്റെ ക്ലാസ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു PTE പാസ്സാകാൻ നിങ്ങൾക്ക് എത്ര നാള് വേണം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് സ്റ്റുഡൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആവറേജ് സ്റ്റുഡൻറ്, എബവ് ആവറേജ് സ്റ്റുഡൻറ് ആൻഡ് ബിലോ ആവറേജ് സ്റ്റുഡൻറ്. അത് വേറെ ക്രൈറ്റീരിയൽ കൊണ്ടൊന്നുമല്ല, ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രത്തോളം അറിയാം എന്നുള്ളൊരു ബേസിലാണ് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു എബവ് ആവറേജ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഒന്നെങ്കിൽ അവർ പുറത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ICC അല്ലെങ്കിൽ CBSE സിലബസ് സ്കൂളിൽ പഠിച്ച കുട്ടികളായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്ന കുട്ടികളാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്കിനി ഏത് സ്കോർ വേണമെങ്കിലും അവർക്ക് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് പാസ്സാകാൻ സാധിക്കും. ഒരു 10 days അല്ലെങ്കിൽ ഒരു 15 daysനുള്ളിൽ അവർക്ക് പാസ്സാകാൻ സാധിക്കും. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. PTEയുടെ സ്കോറിംഗ് നമുക്ക് 10 to 90 ആണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് PTEയുടെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്കോറുകളൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും 36 സ്കോറോ അല്ലെങ്കിൽ 28 സ്കോറോ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇടുന്നത് എപ്പോഴും 70+ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നീട് അവർ 65 50 ഒക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട് ആളുകൾ. പക്ഷേ മെജോറിറ്റിയും ആളുകൾ 90 out of 90 അല്ലെങ്കിൽ 85 അല്ലെങ്കിൽ 70 എന്നുള്ള രീതിയിലാണ് കൂടുതലും ആളുകൾ ഇടുന്നത്. ആർക്കാണ് ഈ 90 കിട്ടുന്നത്? ഓക്കെ, ആൻഡ് സ്കോറിങ്ങിന്റെ ക്രൈറ്റീരിയാസും കൂടെ ഞാൻ പറയാം. നമുക്ക് സ്കോറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഈ 90 സ്കോറിംഗ് മാത്രമല്ല ഉള്ളത്. 79 സ്കോർ റിക്വയർഡ് സ്കോർ വേണ്ട ആളുകളുണ്ട്, 65 റിക്വയർഡ് സ്കോർ വേണ്ടതുണ്ട്, 58, 56, 50, 44 സ്കോർ വേണ്ട ആളുകളുണ്ട്, 36 സ്കോർ വേണ്ട ആൾക്കാരുണ്ട്, ആൻഡ് 28 സ്കോർ വേണ്ട ആൾക്കാരുണ്ട്. ഓരോരുത്തരും അവരവരുടെ വിസയ്ക്ക് അനുസരിച്ചിട്ട് ലൈക്ക് സ്കോറിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ചില ആളുകൾക്ക് 28 അല്ലെങ്കിൽ 36 ഒക്കെ കാണുമ്പോൾ ഈ സ്കോറൊക്കെ കിട്ടാൻ ഭയങ്കര എളുപ്പമാണല്ലോ, ഇതെന്താ വലിയ കാര്യമാണോ എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് അറിയാവുന്ന ഒരു വ്യക്തി, അതായത് ഞാൻ പറഞ്ഞ ഈ എബോവ് ആവറേജ് സ്റ്റുഡൻറ്റിനും ഇതിൽ ഏത് സ്കോർ കിട്ടാനും, അതായത് 90 തൊട്ട് അവസാനത്തെ 28 വരെയുള്ള സ്കോറിൽ ഏത് സ്കോർ കിട്ടാനും അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ബിക്കോസ് അവർക്ക് ഓൾറെഡി ലാംഗ്വേജ് ഉള്ള കുട്ടികളാണ്. പക്ഷെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ അവർ 10th ജസ്റ്റ് പാസ് ആയിട്ടുണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ 10th ഫെയിൽഡോ അല്ലെങ്കിൽ +2 ഫെയിൽഡോ അല്ലെങ്കിൽ +2 പാസ്സോ ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് അധികം ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അവരുടെ വൈഫ് നേഴ്സായിരിക്കും, ന്യൂസിലാൻഡിലോ ഒക്കെ നേഴ്സായിരിക്കും. അപ്പോൾ അവർക്ക് പോകാൻ 36 സ്കോർ മതിയായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനുള്ള അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 36 അല്ലെങ്കിൽ 28 എന്നൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമല്ലേ എന്ന് പറയും. കാരണം ഈവൻ ഏജൻസിക്കാരും തന്നെ അവരോട് പറയുന്നത് 36 ഭയങ്കര എളുപ്പം, നിങ്ങൾ വെറുതെ പോയി അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയും. അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അവരോട് പറയും നിങ്ങൾ ചുമ്മാ പോയി പ്രിപ്പയർ പോലും ചെയ്യേണ്ട, പോയി ചെയ്താൽ കിട്ടുമെന്നാണ്. പക്ഷെ അങ്ങനെ കിട്ടുമോ? നമ്മളൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ 36 അല്ലെങ്കിൽ 28 സ്കോർ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, വളരെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത് അവരെ പഠിപ്പിക്കാൻ നമുക്ക് അത്രത്തോളം ക്ഷമയോടുകൂടി പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ ഒരു സക്സസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നത് വെച്ചാൽ, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോഴത്തേനും ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യാറില്ല, ലാംഗ്വേജ് ഉള്ള കുട്ടികൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് എന്നോട് ഒരുപാട് കുട്ടികൾ പറയട്ടെ, ഞങ്ങളോട് അവർ പറയുന്നത് പോയി ഗ്രാമർ ക്ലാസ്സിലിരിക്കും, കുറച്ച് നാൾ ഗ്രാമർ പഠിച്ചിട്ട് വരും, താങ്കൾക്ക് ഗ്രാമർ അറിയില്ല, ഗ്രാമർ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പാസ്സാകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്കൊരു ഫിക്സഡ് അല്ലെങ്കിൽ പീരീഡ് അല്ലെങ്കിൽ ഇത്രയും കാലം അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കത്തില്ല ഈ കോച്ചിങ്ങിന്റെ പുറകിൽ നടക്കാനായിട്ട്. വളരെ ചെറിയ ടൈം ആയിരിക്കും, ചിലപ്പോൾ ആൾക്കാർക്ക് വിസ വന്നിട്ടുണ്ടായിരിക്കും,
അപ്പം അങ്ങനെയുള്ള ആളുകളെ മെജോറിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്തെല്ലാം അവരോട് പറയുന്നത് പോയി ഗ്രാമർ പഠിക്കൂ എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ബിലോ ആവറേജ് സ്റ്റുഡൻസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുന്ന കുട്ടികൾ 36 അല്ലെങ്കിൽ 28 സ്കോർ വേണ്ടതും എന്നാൽ ബിലോ ആവറേജ് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഒക്കെ പാസ് ആയിട്ടുള്ള മാത്രം സ്റ്റുഡൻസ് ആണ്. അവരെ പാസ്സാക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. ഒരു ഒരു നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ലാംഗ്വേജ് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡൻറ്റിന് നമുക്ക് 70+ അല്ലെങ്കിൽ 90 മേടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ജസ്റ്റ് അവരൊന്ന് ബ്രഷ് ചെയ്താൽ മതി, ബാക്കി അവർക്ക് അവരുടെ സ്കിൽസ് വെച്ചിട്ട് അവർക്ക് ആ ഒരു സ്കോർ കിട്ടും. എന്നാൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് 36 സ്കോറിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന നല്ല ക്ഷമയോടെയും നല്ല രീതിയിൽ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് അവരുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് പാസ്സാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് കാലിബർ ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു 10 ഡേയ്സ് മതി. ഇതിൽ ഏത് സ്കോർ വേണമെങ്കിലും 28 തൊട്ട് 90 വരെയുള്ള ഏത് സ്കോർ വേണമെങ്കിലും നിങ്ങൾക്കൊരു 10 ഡേയ്സ് മതി. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 2 ആഴ്ച സമയത്തിൽ നന്നായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്താലും ആ സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇനി നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് 36 സ്കോർ മതി അല്ലെങ്കിൽ 28 സ്കോർ മതിയെങ്കിൽ വളരെ എളുപ്പമാണ്. 36 ഓർ 28 ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 50 വരെയുള്ള സ്കോർ മതിയെങ്കിൽ നിങ്ങൾക്കൊരു 10 ഡേയ്സ് കൊണ്ടിനുള്ളിൽ നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു 65 അല്ലെങ്കിൽ ഒരു അബവ് 65 വേണമെങ്കിൽ ഒരു 15 ഡേയ്സോളം എടുക്കും. അതായത് ഒരു 3 ആഴ്ചത്തോളം ഇരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒരു 3 ആഴ്ച സമയം കൊണ്ട് നിങ്ങൾക്ക് ആ റിക്വയർഡ് സ്കോർ 65 ഓർ എബോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് അല്ല, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ലൈക്ക് കോച്ചിങ്ങിന് പോയത് 1 മന്ത് കോച്ചിങ്ങിന് തന്നെയായിരുന്നു പോയത്. പക്ഷെ ആ ജസ്റ്റ് ഞാൻ രാവിലെ പോയി ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വരുന്നു എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒന്നും എനിക്ക് സമയമുണ്ടായിരുന്നില്ല. എനിക്ക് 3 പിള്ളേരുള്ളത് കൊണ്ട് എനിക്ക് ഒട്ടും സമയമുണ്ടായിരുന്നില്ല. ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു കറക്റ്റ് ഒരു 10 ദിവസമാണ് ഞാനിരുന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും എനിക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ സ്കോർ കിട്ടുകയും ചെയ്തത്. സോ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനാണെങ്കിലും നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 ദിവസം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്കോർ കിട്ടും. ഇനി ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ അതിൽ നിങ്ങൾക്കൊരു 79 വേണമെങ്കിൽ, നിങ്ങൾക്കൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു 65 അല്ലെങ്കിൽ ഒരു 73 വരെയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു 79 തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ അതേപോലെ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അന്നേരം 15 ദിവസം പോരാ, അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു 79 സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങളൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു 28 സ്കോറാണ് വേണ്ടത്. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, 28 സ്കോർ വേണ്ട ആളുകൾ ചിലപ്പം ഒട്ടും സമയമില്ലാതെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ചിലപ്പോൾ അതായത് അവർ റെസിഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കാണും, അപ്പോഴൊന്നും PT വേണമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. പിന്നെ അഡ്വക്കേറ്റ് പറയും 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ PT എക്സാമിൻ്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പെട്ടെന്ന് ഓടി വരുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 10 ദിവസത്തിനുള്ളിൽ എങ്ങനെ അവർക്ക് ആ സ്കോർ എത്തിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 28 അല്ലെങ്കിൽ 36 സ്കോർ വേണ്ട ആളുകൾക്ക് നമ്മൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ പഠിപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷേ ഒരു 36 സ്കോർ അല്ലെങ്കിൽ 28 സ്കോർ വേണ്ട, നിങ്ങൾ വളരെ പൂറായിട്ട് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്, നിങ്ങൾക്ക് വായിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു 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 20 ദിവസമെങ്കിലും നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സ്കോർ എന്താണെങ്കിലും ഒരു 20 ദിവസം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണെങ്കിലും 36 എബോ 100% എന്താണെങ്കിലും കിട്ടും. ഒരുപാട് ആളുകൾ വിഷമിച്ച് പറയാറുണ്ട്, ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ടുണ്ട്, അവരാരും മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതിൽ ഗ്രാമർ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും പറ്റും, ഇവിടെ പറ്റാത്തതായിട്ട് ആരും ഇല്ല. നിങ്ങൾക്കും എന്താണേലും അവർക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരിക്കും, വൈഫ് നേഴ്സ് ആയിരിക്കും, അപ്പോൾ പോയേ പറ്റൂ, പോകുമ്പോഴത്തേന് ഈ എക്സാം എഴുതിയേ പറ്റൂ. അപ്പം നിങ്ങൾക്കത് പാസ്സാകാനായിട്ട് തന്നെ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്നാണേലും നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇടണം. ഓക്കെ, ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 ദിവസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അത് ഞാൻ പറഞ്ഞു തരുന്ന സ്ട്രാറ്റജീസും അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 28 കിട്ടും, 36 കിട്ടും, ആൻഡ് 44 വരെ
നിങ്ങൾക്ക് എന്താണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ നിങ്ങൾക്കൊരു 55 അല്ലെങ്കിൽ ഒരു 65 വേണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരു 2 മാസത്തോളം ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടും. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല. വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും കിട്ടും. അയ്യോ എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ ടീച്ചർ എന്താ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ, ഇപ്പം മെജോറിറ്റിയും ഗ്രൂപ്പ് ക്ലാസ്സിന് ആളുകൾ പോകാറില്ല. എൻ്റെ അടുത്തേക്ക് വരുന്നത് എല്ലാം പേഴ്സണലൈസ്ഡ് കോച്ചിങ്ങിനാണ്. അപ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ ഓൺലൈൻ കോച്ചിങ്ങിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ്സിന് അവർ ജോയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പം ബാക്കിയുള്ള ആളുകൾ കേൾക്കത്തില്ലേ, അപ്പം അതൊരു നാണക്കേടായിട്ട് ഫീൽ ചെയ്തിട്ട് എല്ലാ ആളുകളും മെജോറിറ്റിയും പേഴ്സണലൈസ്ഡ് കോച്ചിങ് തന്നെയാണ് വരാറുള്ളത്. അപ്പം നിങ്ങളൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരു 50 ഓർ എബവ് വേണം, 50 ആൻഡ് എബവ് വേണമെങ്കിൽ നിങ്ങളൊരു 2 മാസം 3 മാസം ഇരുന്ന് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സ്കോർ കിട്ടും. സോ ഇതാണ് PT പഠിക്കാനായിട്ടുള്ളൊരു സമയം എന്നുള്ളത് ഇങ്ങനെയാണ്. പക്ഷേ മെജോറിറ്റിയും പുറത്തുള്ള ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത് മെജോറിറ്റിയും പെട്ടെന്ന് അവർ റൂൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു, പെട്ടെന്ന് വിസയ്ക്ക് എല്ലാം ഇനി ഈ സ്കോർ മാത്രമേ സബ്മിറ്റ് ചെയ്യേണ്ടയുള്ളൂ. അപ്പോൾ ഒരു 10 ദിവസം എന്ന് പറഞ്ഞിട്ട് മെജോറിറ്റി ആൾക്കാരും വളരെ പെട്ടെന്ന് ഒരു ക്യാപ്സ്യൂൾ പോലെ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂ, അവർക്ക് പാസ്സാകണം എന്ന് പറഞ്ഞിട്ടാണ് മെജോറിറ്റി ആൾക്കാർ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും ലൈക്ക് പാസ്സാകാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്ര നാൾ പഠിക്കണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് PT ഓൺലൈൻ പേഴ്സണലൈസ് കോച്ചിങ്ങിന് ഇൻട്രസ്റ്റഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഓൺലൈൻ കോച്ചിങ്ങിന് നിങ്ങൾക്ക് സമയമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസിനും എൻ്റെ വെബ്സൈറ്റിൽ www.janemanacademy.com അല്ലെങ്കിൽ www.procurpt.com കയറി പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്റർനാഷണൽ മീൻസ് നിങ്ങളുടെ കാർഡിൻ്റെ അകത്ത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നേരത്തോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അല്ല പേഴ്സണലൈസ്ഡ് കോച്ചിങ്ങിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കഴിയുന്നതും വിളിക്കാതിരിക്കുക, എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജസ് അയക്കും, ഞാൻ അപ്പോഴേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ആൻഡ് പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 2 months വാലിഡിറ്റി ഉള്ള റെക്കോർഡഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾ എന്നാണോ എക്സാം എഴുതുന്നത് അന്ന് വരെ എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വാട്സാപ്പ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് എല്ലാ വീക്ക്ലി നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇതെല്ലാം ഞാൻ ചോദിക്കുകയും നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ സ്റ്റാഫ് അല്ല, ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് നിങ്ങളുടെ എക്സാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സാമും ബുക്ക് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി എന്തിനെങ്കിലും കുറിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.